പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം ഇടത് വലത് മുന്നണികളും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ പാർട്ടികളുമൊക്കെ രംഗത്തുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ അതൊരു പ്രചാരണായുധമാണെങ്കിലും കേരളത്തിൽ വലിയ തിരിച്ചടി BJPക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു വിഷയം കൂടിയാണ്. കേരളത്തിൽ വലിയൊരു പ്രചരണം BJPക്കെതിരെ കൂടി നടക്കുന്നുണ്ട്. കാരണം മുസ്ലിം വിരുദ്ധമായ ഒരു നയത്തിലേക്ക് BJP പോകുന്നു. BJP വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ അപകടം ഇതാണ് എന്ന മട്ടിലുള്ള പ്രചരണമാണ് ഇടത് വലത് മുന്നണികൾ നടത്തുന്നത്. സത്യത്തിൽ LDFും UDFും ഇപ്പം പരാജയ ഭീതി പൂണ്ടിരിക്കുകയാണ്. കാരണം അവർക്കൊന്നും ഭരണ നേട്ടങ്ങളോ വികസനങ്ങളോ ജനമധ്യത്തിൽ അവതരിപ്പിച്ച് വോട്ട് ചോദിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇപ്പോഴവർ മതപ്രീണനം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ CAയുടെ പേരിൽ കേരളത്തിൽ LDF UDF നടത്തുന്ന കുപ്രചരണങ്ങളും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളും. മുസ്ലിം വോട്ടുകളെ എങ്ങനെയെങ്കിലും കൗശലപൂർവ്വം കരസ്ഥമാക്കാൻ ഏതടവും ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. ഇക്കാര്യത്തിൽ CPMും കോൺഗ്രസും LDF UDF മത്സരിക്കുകയാണ്. ഇത് കേരളത്തിൽ വലിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കേരളം ഉണ്ടാവണമല്ലോ. കേരളത്തിൽ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക. സാമുദായിക സമരസത തകർക്കാൻ, സാമുദായികമായിട്ട് വിഭാഗീയം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഈ CPMൻ്റെയും കോൺഗ്രസിൻ്റെ പ്രചരണം കൊണ്ട് സാധിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം സമൂഹം യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ തയ്യാറാകും എന്നുള്ളതാണ്. ഇപ്പോൾ CAA ഈ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചട്ടങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. മാത്രമല്ല ഈ CAA എന്നുള്ളത് ഒന്ന് കേരളത്തിന് ബാധകയല്ല. 2014 മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ആരെങ്കിലും കേരളത്തിൽ വന്നതായിട്ട് കുടിയേറ്റക്കാരായിട്ട് വന്നതായിട്ട് ആർക്കും അറിയില്ല. മറിച്ച് മാത്രമല്ല ഇന്ത്യയിലെ 18 കോടി മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഈ നിയമം ബാധകമല്ല. ആകെ ഈ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അവിടെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ 2014 മുമ്പ് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന കുടിയേറ്റക്കാരെ അഭയാർത്ഥികളായി താമസിക്കുന്ന പാവപ്പെട്ട ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മറ്റ് അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ നമ്മൾ പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടി എന്തടിസ്ഥാനത്തിലാണ് ഇതിനെ എതിർക്കുന്നത്? പാവപ്പെട്ട ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരു പൗരത്വം, ഇന്ത്യൻ പൗരത്വം നൽകുന്നതിന് ഈ മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ഇത്രമാത്രം എതിർക്കുന്നതിൻ്റെ കാരണം എന്താ? ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കൊടുക്കുന്നു, മുസ്ലിം സമുദായത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണല്ലോ. അല്ല, അവിടുത്തെ ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ, ആ 3 സംസ്ഥാനങ്ങൾ, ആ 3 രാജ്യങ്ങളിൽ മതന്യൂനപക്ഷങ്ങളാണ് മതപരമായ വിവേചനവും പീഡനവും അവിടെ നിന്ന് അനുഭവിക്കുന്നത്. അവരാണ് അഭയാർത്ഥികളായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അവർക്ക് ഈ പൗരത്വം നൽകുന്നതിന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താ തകരാറ്? കോൺഗ്രസിന് എന്താ തകരാറ്? ഇവർ മുമ്പ് ആവശ്യപ്പെട്ടതല്ലേ. പ്രകാശ് കാരാട്ടും അതുപോലെ തന്നെ മൻമോഹൻ സിംഗും ഇങ്ങനെയുള്ള അവിടെ നിന്ന് ഇവിടത്തേക്ക് ആട്ടിയോടിക്കപ്പെട്ട ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അവിടെ സിഖ് ജൈന വിഭാഗങ്ങൾക്ക് പൗരത്വം ഇന്ത്യ കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടതല്ലേ പാർലമെൻറ്റിൽ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് 100% ഉറപ്പായപ്പോൾ അവർ ഈ മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മാത്രമല്ല ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ പൗരത്വം നേടാൻ പൗരത്വ നിയമത്തിൽ പൗരത്വ നിയമത്തിൽ അതിനുള്ള അവസരമുണ്ട്, അതിനുള്ള അവകാശമുണ്ട്, അത് നിഷേധിക്കപ്പെടുന്നുമില്ല. ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അനുമതിയും അനുവാദവുമാണ് നമ്മളിപ്പോൾ അവിടെ നാട്ടിയോടിക്കപ്പെട്ട, അതായത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ നാട്ടിയോടിക്കപ്പെട്ട ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അതുപോലെ സിഖ് ബുദ്ധ ജൈന മതവിഭാഗങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ കേരളത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നു, ദേശീയ തലത്തിൽ പ്രതിഷേധം നടക്കുന്നു. ഇന്ന് അമിത്ഷാ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ത് പ്രതിഷേധം ഉണ്ടായാലും നടപ്പാക്കും എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ ഈ ഒരു വോട്ട് നഷ്ടം BJP ഇതിലൂടെ കണക്കാക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാവരും അവർ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഹിന്ദുക്കൾ കാര്യം മനസ്സിലാക്കി, ക്രിസ്ത്യാനികളും കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന മുസ്ലിം സമൂഹവും അവർ ഈ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ ഒരൊറ്റ വോട്ടും ഭാരതീയ ജനതാ പാർട്ടിക്കോ NDAക്കോ നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചത് വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടല്ല ഈ നിയമങ്ങളും അതുപോലെ തന്നെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. രാഷ്ട്രത്തിൻ്റെ സുരക്ഷ മാത്രമല്ല, ഇതൊരു മനുഷ്യത്വത്തിൻ്റെ പ്രശ്നവും കൂടിയാണ്.
ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യത്വത്തിനെതിരാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും നിലപാട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ഭാഗത്ത് ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തെ അവഗണിക്കുക, മറുഭാഗത്ത് മുസ്ലിം സമൂഹത്തിനുള്ള ആശങ്കയുണ്ടാക്കുക. അപ്പം മുസ്ലിം ക്രൈസ്തവ വിഭാഗം ഒരു ഭാഗത്ത്, മുസ്ലിം മറുഭാഗത്തായിട്ടൊരു മതപരമായ വിഭജനം ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തെ ഒരു കലാപഭൂമിയാക്കി മാറ്റാനുള്ള ദേശദ്രോഹ ശക്തികൾ, അതായത് നമ്മുടെ ജമാഅത്ത് ഇസ്ലാമി, SDPI, PFI തുടങ്ങിയിട്ടുള്ള ദേശവിരുദ്ധ ശക്തികളുടെ അജണ്ടയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിലൂടെയും LDFിലൂടെയും UDFിലൂടെയും പുറത്തു വരുന്നത്. അത് ഒരു വലിയ തിരിച്ചടി ഈ രണ്ട് പാർട്ടികൾക്കും രണ്ട് മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷ. ദേശസ്നേഹികൾ NDAയോടൊപ്പം നരേന്ദ്രമോദിയോടൊപ്പം അണിനിരക്കും, കേരളവും മോദിയോടൊപ്പം എന്നുള്ളതായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന കേരളത്തിലെ രാഷ്ട്രീയ മാറ്റം. ഈ പുൽവാമയെക്കുറിച്ച് ഇന്നലെ ആന്റണി MP, പത്തനംതിട്ടയിലെ UDFിൻ്റെ സ്ഥാനാർത്ഥി കൂടിയാണ്, അദ്ദേഹം പറഞ്ഞ പ്രസ്താവന താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുന്നു, അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് പാകിസ്ഥാൻ്റെ ഒരു ഭീകരവാദ പ്രവർത്തനം എന്നതിനപ്പുറത്ത് ചില സംശയാസ്പദമായ കാര്യങ്ങൾ അതിനുണ്ട്. BJP പ്രത്യേകിച്ച് അത് വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രമാക്കി, ജവാന്മാരുടെ പേരിൽ BJP വോട്ട് പിടിച്ചു എന്നൊരു ആരോപണം കൂടി ആന്റണി ഉന്നയിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് 100% ബോധ്യപ്പെട്ടപ്പോൾ അവർ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ എല്ലാ അതിരുകളും സീമകളും ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഒരർത്ഥത്തിൽ BJP വിരോധം, NDA വിരോധം, മോദി വിരോധം, അത് ശരിക്ക് അല്ലെങ്കിൽ BJP വിരുദ്ധത, മോഡി വിരുദ്ധത, NDA വിരുദ്ധത, ഇത് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധതയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചാൽ, പാകിസ്ഥാനെ അനുകൂലിച്ചാൽ കേരളത്തിൽ ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പരിശോധിക്കുന്നത്. ഇപ്പോൾ ഇന്നലത്തെ ഇവിടെ നമ്മുടെ പത്തനംതിട്ടയിലെ ഇപ്പോഴത്തെ MP ശ്രീമാൻ ആന്റണി പരസ്യമായിട്ടാണ് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള പ്രസ്താവന നടത്തിയത്. അതായത് പുൽവാമയിൽ 42-ലധികം വരുന്ന സൈനികരെ കൊലപ്പെടുത്തിയത് ജെയ്ഷെ ഇ മുഹമ്മദ് എന്നുള്ള പാക് അനുകൂല തീവ്രവാദ സംഘടനകളാണ്. അതിൽ പാക് പട്ടാളവും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദും സമ്മതിച്ചിട്ടുണ്ട്, ഞങ്ങളാണ് നടത്തിയത്, ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ആ പ്രസ്താവന ലോകം മുഴുവൻ, ഐക്യരാഷ്ട്രസഭ മുതൽ ലോകം മുഴുവൻ തന്നെ ഈ പുൽവാമയിൽ സൈനികർക്കെതിരെ പാകിസ്ഥാൻ നടത്തിയ കൂട്ടക്കൊലയെ അപലപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മിക്ക രാഷ്ട്രീയ പാർട്ടികളും സംഘടന അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പാകിസ്ഥാനെ ലോകം മുഴുവൻ പ്രതിഷേധിക്കുന്ന സമയത്ത് ഈ പാകിസ്ഥാനെ ന്യായീകരിക്കാൻ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ്, ഇപ്പോഴത്തെ MP, അതേപോലെ തന്നെ UDFിൻ്റെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി തയ്യാറാവുക എന്നുള്ളത് നമ്മുടെ സൈനികരെയും സൈനികരുടെ ബലിദാനത്തെയും പരസ്യം അപമാനിക്കുക എന്നുള്ളത് നമുക്ക് അത്യന്തം പ്രതിഷേധാർഹമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പാകിസ്ഥാനെ സഹായിക്കുന്നതിലൂടെ, പാകിസ്ഥാനെ പിന്തുണക്കുന്നതിലൂടെ ഈ ആന്റണി എന്ന കോൺഗ്രസ് നേതാവ് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഈ പ്രീണന നയത്തിൻ്റെ ഭാഗവും കൂടിയാണോ ഈ പാകിസ്ഥാനെ പരസ്യമായി അനുകൂലിക്കുന്ന നിലപാട്? പാകിസ്ഥാനെ അനുകൂലിച്ചാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യും എന്നാണോ ആന്റണി പ്രതീക്ഷിക്കുന്നത്? ആരാണ് ആന്റണിയോട് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്? സത്യത്തിൽ നോക്കൂ, ഞങ്ങൾക്ക് ഈ സത്യത്തിൽ ഇത് മുസ്ലിം സമുദായത്തെ ആന്റണി എന്ന കോൺഗ്രസ് നേതാവും കോൺഗ്രസും ഈ മുസ്ലിം സമൂഹത്തിൻ്റെ രാജ്യസ്നേഹത്തെ ഇവിടെ ആന്റണിയും കോൺഗ്രസ് ചോദ്യം ചെയ്യുകയാണ്. പാകിസ്ഥാൻ അനുകൂലിച്ച് അവരൊക്കെ വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു തരത്തിൽ ഒരു മുസ്ലിം സമൂഹവും ഒരു മുസ്ലിം സഹോദരനും സഹോദരിയും ഈ പാകിസ്ഥാനെ അനുകൂലിക്കാൻ തയ്യാറാകില്ല എന്ന് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഇവിടെ പരസ്യമായി മുസ്ലിം സമൂഹത്തെ, അവരുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുകയാണ് ആന്റണിയും കോൺഗ്രസും ചെയ്യുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത് അത്യന്തം രാജ്യദ്രോഹമാണ്, ഇന്ത്യ വിരുദ്ധമാണ്, പാകിസ്ഥാനോട് പരസ്യമായി കൂറ് പ്രഖ്യാപിക്കലാണ്. അതുകൊണ്ട് ഒന്ന് ചെയ്യേണ്ടത്, ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കും ആന്റണിക്കെതിരായിട്ട്. 2, കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വവും അവർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. അവർ ഈ പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഇപ്പോഴത്തെ MPയുടെ അവരുടെ സ്ഥാനാർത്ഥിയുടെ പ്രസ്താവനയെ അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ആന്റണിയെ UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ
മനസ്സിലാക്കേണ്ടത് എന്താ, ആൻ്റണി അഭിപ്രായം തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്, ദേശീയ തലത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. നേരത്തെ തന്നെ പുൽവാമയ്ക്ക് ശേഷം ബാലാക്കോട്ടിൽ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചപ്പോൾ അവിടെ പാകിസ്ഥാനിൽ പോയിട്ട് അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ച് വലിയ ആഘാതമേൽപ്പിച്ചപ്പോൾ അവിടെ മരണപ്പെട്ടവരുടെ ഊരും പേരും നക്ഷത്രവും വേണമെന്ന് ആവശ്യപ്പെട്ട നേതാവാണ് കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി. അതായത് ഇവരെയൊക്കെ ഈ BJP വിരുദ്ധത, മോഡി വിരുദ്ധത, ഇവരെയൊക്കെ ദേശവിരുദ്ധരാക്കി മാറ്റിയിരിക്കുന്നു. ഇതിന് ചുട്ട മറുപടി കേരളത്തിലെ ജനങ്ങൾ നൽകും. പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ഈ കോൺഗ്രസിൻ്റെ നിലപാടിനോട് കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കും, പ്രതിഷേധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ പത്മജ വേണുഗോപാൽ വന്നു, ഇന്നിപ്പോൾ പത്മിനി തോമസ് വരുന്നു. കൂടുതൽ പത്മദളങ്ങൾ ഉണ്ടാകുമോ BJPയിലേക്ക്? തീർച്ചയായിട്ടും. ഒന്ന്, രാജ്യം മുഴുവൻ, രാജ്യത്തെ എല്ലാ കുടുംബങ്ങളും മോദി കുടുംബത്തോടൊപ്പം ചേരുകയാണ്. രാഷ്ട്രത്തിൻ്റെ വിശാലമായ താല്പര്യം പരിഗണിച്ചുകൊണ്ട് എല്ലാം ജാതി, മതം, രാഷ്ട്രീയം എല്ലാം മറന്നുകൊണ്ട് നമ്മളെല്ലാവരും മോദി കുടുംബത്തോടൊപ്പം ചേരുകയാണ്. എല്ലാവരും മോദി കുടുംബത്തോടൊപ്പം ചേരുമ്പോൾ ആൻ്റണിയുടെ കുടുംബം മോദി കുടുംബത്തോടൊപ്പം ചേരും, ശ്രീമാൻ കരുണാകരൻ്റെ കുടുംബം മോദി കുടുംബത്തോടൊപ്പം ചേരും, അങ്ങനെ പത്മിനി തോമസ്, ഇതുപോലെ നിരവധി കുടുംബങ്ങൾ ദേശീയ തലത്തിലും കേരളത്തിലും മോദി കുടുംബത്തോടൊപ്പം ചേരുകയാണ്. സ്വാഭാവികമായിട്ടും പത്മജ വേണുഗോപാലിനും പത്മിനി തോമസിനും പുറമെ നിരവധി പത്മദളങ്ങൾ ഉണ്ടാകുമെന്നാണ് PK കൃഷ്ണദാസ് പറഞ്ഞു വെക്കുന്നത്.